ചുരുങ്ങിയ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തകനും യാബ് ലീഗൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യവുമായ സലാം ബാബു ഷീരിയസിനെ കുറിച്ചെടുക്കുന്നു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് സിൻസാർ ഹഖ്, അതുപോലെ തന്നെ നമ്മളുടെ ഫൈസൽ ഖാൻ, ഷെഫിൽ കണ്ണൂർ ഈ ബുറുദ അവതരിപ്പിച്ച് നമ്മളുടെ മജ്ലിസ് ധന്യമാക്കിയ ശ്രീകണ്ഠ, അതോടൊപ്പം തന്നെ നമ്മളുടെ സദസ്സിലുള്ളവർ, അന്യമതസ്ഥരായിട്ടുള്ള നമ്മളോട് സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി വന്നിട്ടുള്ളവർ, ഒട്ടനവധി പേരുടെ പേരുകൾ ഞാൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും സമയക്കുറവ് മൂലം പേരുകളൊന്നും തന്നെ ഞാൻ എടുത്തു പറയുന്നില്ല. ആ സമയമെന്ന് പറയുന്നത് കൊറോണ ഭീതി മൂലം വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ മടിക്കുന്ന സമയം, നോമ്പ് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് മുന്തിരനെ വിളിച്ചു പറയുന്നു ഷിഹാബ് ക പോയി. ആ സമയം തന്നെ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി ഉമ്മൽ കോയ ഹോസ്പിറ്റലിൽ പോയി. അപ്പം മൃതദേഹം കണ്ടു. അവിടെയുള്ള മറ്റു സാമൂഹ്യ പ്രവർത്തകർക്ക് ഞാൻ ചോദിച്ചു, ഈ ബോഡി നാട്ടിൽ അയക്കുന്നുണ്ടോ, അതല്ല ബോഡി ഇവിടെ തന്നെ മറവ് ചെയ്യുകയാണോ? അപ്പൊ അവർ പറഞ്ഞ അവർ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾ സഹായങ്ങളോ മറ്റോ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പലരും പല വഴികളിൽ കൂടി പെട്ടെന്ന് ബോഡി നാട്ടിലെത്തിക്കാനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷേ പെട്ടെന്ന് ആ അശറഫ് താമരശ്ശേരി ഉൾപ്പെടെയുള്ളവർ, മുന്തിർ ഉൾപ്പെടെയുള്ളവർ, ഉമ്മൽക്കോയൻ KMCC ഉൾപ്പെട്ടവർ, ഇവരെല്ലാവരും ഉൾപ്പെട്ടവർ പെട്ടെന്ന് എനിക്കൊരു ടെലിഫോൺ വിളിച്ച് പറയാണ്, ഷിഹാബ് ഖാന്റെ പേപ്പർ വർക്ക് എവിടെയും എത്തിയിട്ടില്ല എന്ന്. ഞാനന്ന് എൻ്റെ ഓഫീസിലുണ്ട്. അപ്പൊ ആ സമയം തന്നെ ഞാൻ ഒന്ന് പെട്ടെന്ന് സ്റ്റെക്കായി പോയി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പറയാണ്ട. ഞാൻ ആ സമയം തന്നെ ഉമ്മൽക്കോയൻ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പോലീസ് ചീഫിനെ ഞാൻ വിളിച്ചു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിനൊരു പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അപ്പം അവർ ആ ഡോക്യുമെന്റ് ഒക്കെ ഉമ്മൽക്കോയൻ പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഒന്നും തന്നെ അവിടെ എത്തിയിട്ടില്ല. ഞാൻ മുന്തിരിനെ വീണ്ടും വിളിച്ചു. മുന്തിരി പറഞ്ഞു, ഒരുപാട് ആൾക്കാരുണ്ട് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുന്തിരി ഒരു 10 മിനിറ്റ് സമയം തരുക. ഞാൻ പറഞ്ഞു, ഒന്നെല്ലാവരും മാറി നോക്കൂ, ഒരു 10 മിനിറ്റ് സമയം തരുക. അപ്പം ആ സമയങ്ങളിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ വളരെ കയറുന്നതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇത് ഞാൻ ഈ വേദിയിൽ ചിലരോട് ഞാൻ മാപ്പ് പറയുകയാണ്. കാരണം അന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് അവിടെ ഉമ്മൽക്കോയൻ KMCCയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ അശറഫ് താമരശ്ശേരി ഉൾപ്പെടെ മുന്തിർ ഉൾപ്പെടെയുള്ള അവരൊക്കെ ഉണ്ട്. അവരൊക്കെ പോലീസ് സ്റ്റേഷന്റെ വെളിയിലാക്കിക്കൊണ്ട് മുന്തിറിനെ മാറ്റി, അതായത് പോലീസ് ഓഫീസർ പറഞ്ഞത് ഒരാളെ മാത്രമേ നീ അയക്കാവെന്ന് പറഞ്ഞു. അപ്പൊ മുന്തിറിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളിയിൽ നിന്നുകൊണ്ട് മുന്തിർ മാത്രം ഉള്ളിൽ. അങ്ങനെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ വെളിയിൽ വന്നു. പോലീസ് ഓഫീസർ പറഞ്ഞു, മുന്തിർ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്തിർ ഇവിടെ ഉണ്ട്. മുന്തിർ ഉടനെ തന്നെ പോലീസിന്റെ ഉള്ളിലേക്ക് കയറി അതിന് വേണ്ടുന്ന പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കി ആ പോലീസ് ഓഫീസർ മുന്തിറിനെ തന്നെ ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ നടത്തി തീർക്കാണ്ടായിരുന്നു. അങ്ങനെ കോടതികളിലും എന്തായാലും ആ ഒരു ടെലിഫോൺ അവിടെയും ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ചപ്പോൾ ആ പേപ്പർ വർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ നല്ല മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളും അതുപോലെ തന്നെ ഷിഹാബ് ഖാനും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയി പിരിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകി സ്വർഗം പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.